ഹലോ, ഇന്നിപ്പോൾ നമുക്ക് മേലിൽ ഡ്രസ് വർക്കിന് പണിക്കാറുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇത് ഞാൻ ആ പണി നടക്കുന്ന സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ ഞാൻ അവർക്ക് ചായക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പണിക്ക് നിൽക്കുന്നവർക്ക് നമ്മൾ രാവിലെയും വൈകുന്നേരവും ചായ കൊടുക്കുന്ന പതിവുണ്ട് കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് അവർ കൊണ്ടുവന്ന് കഴിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവർക്കുള്ള ചായ ഇട്ടുകൊണ്ട് നിന്ന നേരത്ത് കുറച്ചൊക്കെ തിളച്ച് അടുപ്പുമേലൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് ഉണ്ണിപ്പെണ്ണും കുഞ്ഞുമോനും ഒന്നും ഉണർന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഉണരുന്നതിന് മുമ്പ് ബാക്കി പണികളൊക്കെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുമോനാണെങ്കിൽ ഇപ്പം പനി മാറിയിട്ടുണ്ട്, എന്നാലും അവന് ഭയങ്കര മടിയാണ് കേട്ടോ അംഗനവാടി പോകാനൊക്കെ ആയിട്ട്. അപ്പം അവൻ്റെ പപ്പ പറഞ്ഞ് 2-3 ദിവസം കൂടി എന്നെ നല്ലോണം മാറിയിട്ട് വിട്ടാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിടന്നോട്ടെന്ന് വിചാരിച്ചങ്ങനെ. പിന്നെ അവനെ അംഗനവാടി കൊണ്ട് അവനൊന്നും വിളിച്ചുണർത്തിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പണിക്കാർക്കൊക്കെ ഉള്ള ചായയുടെ കൂട്ടത്തിൽ എനിക്കും കൂടി ഒരു ചായ ഇട്ട് കുടിച്ചു. നമ്മൾ രാവിലെ ഞാൻ എൻ്റെ പപ്പ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു ചായ ഇട്ട് കുടിച്ച് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മിച്ചറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഞാൻ പിന്നെ ആ മിച്ചർ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കങ്ങനെ പ്രത്യേകം അങ്ങനെ എനിക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണാവോ പിള്ളേർക്ക് കുറുക്കാണ് കേട്ടോ കൂടുതലും താല്പര്യം, കഴിക്കാനായിട്ട് ഇഷ്ടം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അമൃതം പൊടിയുടെ അവർക്കുള്ള കുറുക്കും കൂടി കാച്ചി അങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മീനാണ്. ഇതിൻ്റെ പേരെന്തോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. എന്തോ ഒരു കായൽ മീനാണെന്ന് മാത്രം അറിയാം. പിന്നെ അവൻ്റെ വീട്ടിൽ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ. ഇത് മാങ്ങയൊക്കെ ഇട്ട് നാളികേരമൊക്കെ അരച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ ഉണ്ണിപ്പെണ്ണ് ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻ നന്നാക്കുന്നതിൻ്റെ അടുത്തൊന്ന് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ ഏത് മീൻ നന്നാക്കുമ്പോഴും പണിയായതായിട്ട് ഫിഷ് കട്ടർ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ ഉണ്ടാവില്ല, മീൻ നാശമായി പോകുന്നൊരു തോന്നലാണ് കേട്ടോ. പിന്നെ ഞാൻ മീൻ കറിക്ക് നാളികേരമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ മുളകിട്ടാണ് കേട്ടോ വെച്ചത്. എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ കുഞ്ഞമ്മോനും ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചുള്ള സമയം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഒരുങ്ങ അടിയായിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും അടി. ആ നേരം കൊണ്ട് ഞാനാണെങ്കിൽ മീനൊക്കെ നന്നാക്കി അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നിന്നാൽ ഇന്നത്തെ പണികളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മീൻ കറിയൊക്കെ വെച്ച് ചിലപ്പോൾ അച്ഛനൊന്നും ഉണ്ടാവും. അച്ഛൻ ഇന്ന് ചിലപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നേരം പോകും. അപ്പം ഞാൻ വിചാരിച്ച് പണികളൊക്കെ വേഗം ഒതുക്കി വെച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് മീൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് മുളക് കറിയാണ് വയ്ക്കുന്നത്. മുളക് കറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ മുളക് കറിക്ക് ഏറ്റവും കൂടുതൽ ഈ വടക്കം പുളിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ആദ്യമൊന്നും എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. തൃശ്ശൂർ പോയി അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഈ വടക്കം പുളിയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. സാധാരണ നമ്മളിവിടെ കൊല്ലത്ത് കൂടുതലും ഞാൻ മീൻ കറിക്കൊക്കെ പിഴിഞ്ഞുപുളിയൊക്കെ ആയിരുന്നു കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. 2 ദിവസത്തേക്കായിട്ട് നമ്മൾ കുറേ മീനുണ്ടെങ്കിൽ 2 ദിവസത്തേക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം മീനൊക്കെ നന്നാക്കി ഇത് കറി തിളച്ചപ്പോൾ അതിനകത്തിട്ട് ആ കറി അടച്ച് വെച്ച് കറിയൊക്കെ ഏകദേശം വേവാറാവുന്നൊരു പരിവായി. ഇപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ചോറും കറിയൊക്കെ ഏകദേശം റെഡിയായി. ഇപ്പോൾ ഉച്ചക്കലത്തെ ഫുഡായി. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചിയാണെങ്കിൽ ചക്ക വേവിച്ച് ചക്ക എരിശ്ശേരി കൊണ്ടുവന്നിട്ട്. ഇവിടെ എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് ആർക്കറിയാം. നമുക്ക് ചക്ക തരാറുള്ളതും ആ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്തും കുഞ്ഞുങ്ങളടുത്തൊക്കെ. അപ്പോൾ അതും തലേന്നത്തെ ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരുമെന്ന് പറഞ്ഞെങ്കിലും വന്നിട്ടുണ്ടായിരുന്നില്ല ആൾ. അപ്പം ഞാനങ്ങ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുഞ്ഞമ്മോന് ഫുഡ് കൊടുത്തപ്പോഴത്തേനും ഉണ്ണിപ്പെണ്ണിനെ കുളിപ്പിച്ച് ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങ് സക്സസ് ആയില്ല കേട്ടോ. തേങ്ങ അരച്ച് ഒക്കെ വെക്കേണ്ട മീനായതുകൊണ്ടാവാം ഭയങ്കര മുള്ളൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കുഞ്ഞനാണെങ്കിൽ മീനൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ മീൻ എന്താണോ മുള്ള് കാരണം അവൻ കഴിച്ചതും ഇല്ല. അപ്പോൾ അവൻ കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ അവന് ഫുഡ് വാരി കൊടുത്തു കേട്ടോ. ആ നേരത്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഫോണും കാർട്ടൂണൊക്കെ കാണാണ്ട് ഫുഡ് കഴിക്കില്ല കേട്ടോ. അപ്പം ഈ കാർട്ടൂണിൻ്റെ വലിയൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ്. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അവൻ കളിക്കണ നേരത്ത് ഈ ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു ശീലം മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡ്രസ്സ് വർക്ക് നമുക്ക് കണ്ട് ഏകദേശം
ഈ ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടി വെൽഡിങ് പണികളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിഞ്ഞാലും പഴയ വീടാണെങ്കിൽ പോലും വീടിന് മുകളിൽ ഇങ്ങനെ ഡ്രസ് വർക്ക് ചെയ്യുന്നത് വീടിന് ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ. ഈ മഴയൊന്നും പെയ്തുണ്ടാവുന്ന ഒരു ഇതും വീടിന് പിന്നെ ഏൽക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. എനിക്ക് ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ലോണം ജലദോഷം പിടിക്കാറുണ്ട് കേട്ടോ. ഈ തണുപ്പൊക്കെ ഇടിച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിൽ മാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴിച്ചു, കുട്ടികൾക്കും കൊടുത്തു. പണികളൊക്കെ അതിങ്ങനെ ഫ്രീ ആകുമ്പോൾ ഞാൻ എൻ്റെ മക്കളുമായിട്ടാണ് കേട്ടോ സമയം സ്പെൻഡ് ചെയ്യാറ്. അവരോട് കളിക്കാനൊക്കെ കൂടും. അവർക്കും അത് ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അച്ഛൻ വരുമെന്ന് കരുതി ഞാൻ കുറേ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആൾ വന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.